ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് എനിക്ക് കലാത്തിയ ട്രിയോസ്റ്റാർ എന്ന് പറഞ്ഞൊരു ചെടി എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നാണ്. ഇത് ഞാൻ കുറേ സെർച്ച് ചെയ്തു, എനിക്ക് കിട്ടിയില്ല. നഴ്സറി 100 രൂപ എങ്ങനെ ഉണ്ട്, പക്ഷേ എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിനെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ്. ഇത് ഭയങ്കര ഭംഗിയുള്ള ചെടി, ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഇത് എൻ്റെ അടുക്ക് ഇല്ലാത്ത ചെടിയായതുകൊണ്ട് ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര വെയിൽ വേണം. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ ഇത് ഇഷ്ടമല്ല, അതപ്പോഴും ഉണങ്ങിപ്പോവും, പിന്നെ വേറെ കെട്ടുപോവും. പിന്നെ വേറെ ഇതിന് നല്ല വെയിലും വേണം, ഇത്രയേ വേണ്ടൂ. ഇപ്പോൾ ഇതൊരു 3 ലീഫേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാനിതെന്തായാലും വിത്തിൻ 2-3 മന്ത്സ് എൻ്റെ ചട്ടി നിറയെ നടക്കും. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഓക്കെ, അതിന് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചട്ടി എടുക്കും. ഈ ചട്ടിയിൽ ഇത് ആദ്യം ഈ ഉരുളൻ കല്ലുകളാണ് ഞാനിടുക. ചട്ടിയുടെ നല്ല ദ്വാരമുള്ള ചട്ടിയാണ് അടിയിൽ. അപ്പോൾ ഇതിലിങ്ങനെ ഉരുളൻ കല്ലുകൾ ഇടുക. അതെന്തിനാണെന്ന് വെച്ചാൽ നീർവാർച്ചയ്ക്ക് വേണ്ടിയാണ്. നീർവാർച്ചയ്ക്ക് ഇങ്ങനെ ഉരുളൻ കല്ലുകൾ ഇങ്ങനെ ഇടും. കൂടാതെ ഇതിൽ ചെടിക്ക് ആവശ്യമായ ഈ കല്ലുകളിൽ ചെടിക്ക് ആവശ്യമായ ധാതുക്കൾ, മിനറൽസൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ ഇത് ചരക്കല്ല്, പൂഴിയും കല്ലുകളൊക്കെ ചേർന്ന ചരക്കല്ലില്ലേ, അതാണ് ഇതിലേക്ക് ഇടുന്നത്. എന്തിനാണ് ഇതിങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നീർവാർച്ചയ്ക്ക് വേണ്ടിയാണ്. നല്ല നീർവാർച്ച കിട്ടും, വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കില്ല ചെടിയിൽ. ഇത് നല്ലൊരു പോട്ടിംഗ് മിക്സറാണ്. ചരന്നറ വെണ്ണീർ, ചാണകപ്പൊടി, പിന്നെ നമ്മളെ മണ്ണും ഒക്കെ ചേർത്തിട്ട് ഒരു മാസമൊക്കെ ഞാനിങ്ങനെ നനച്ചിട്ട് വെയിലത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു പോട്ടിംഗ് മിക്സറായി മാറും. അപ്പോൾ ഇത് ശരിക്കും NPK ഒക്കെ ഇതിലുണ്ടാവും. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇനി ഇത് ഇംഗ്ലീഷ് വളങ്ങളൊന്നും ചേർക്കേണ്ടിയില്ല. നല്ലൊരു മിക്സറാണിത്. ഇതിൽ പിന്നെ ചാരം ചേർക്കുന്നതുകൊണ്ട് പുഴുക്കളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ചെടി ചീഞ്ഞു പോകുന്നതിനൊന്നും പേടിക്കണ്ട. അപ്പോൾ മണലും കല്ലും ഒക്കെ നിറച്ച ചട്ടിയിലേക്കില്ലേ നമ്മുടെ പോട്ടിംഗ് മിക്സർ കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ചേ ഇടാവേ. എന്നിട്ട് അതൊന്ന് നിരപ്പാക്കിയിട്ട് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ കലാത്തിയ ട്രിയോസ്റ്റാറാണ്, അത് ഇതിൽ നടുക്കിങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ കംപ്ലീറ്റ് പോട്ടിംഗ് മിക്സർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് അതിനവിടെ നിർത്തുക. നമ്മുടെ കലാത്തിയ ട്രിയോസ്റ്റാർ നട്ട് കഴിഞ്ഞ് ഇനി ഇതിന് കുറച്ച് ഡെക്കറേഷനും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നട്ടിരിക്കുന്നതെന്നൊന്ന് നോക്കാമല്ലോ നമുക്ക്. ഇപ്പോൾ നോക്കിയേ, അപ്പോൾ മനോഹരമായിട്ട് അത് നട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഡെക്കറേഷനിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് ഡെക്കറേഷന് നമുക്ക് വേണ്ടതില്ലേ ജില്ലിക്കല്ലുകളാണ്. ഇതുപോലത്തെ ജില്ലിക്കല്ലുകൾ ഇങ്ങനെ ഇതിൻ്റെ മെരട്ടിട്ട് കൊടുക്കും. ഈ ചെടിക്ക് തണുപ്പ് കിട്ടാനും പിന്നെ ഈ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് ചളി തെറിക്കാതിരിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. അങ്ങനെ കംപ്ലീറ്റ് നമ്മളിതിനെ ഇട്ടിട്ടാണ് നിരക്കുക. അപ്പം നമ്മൾ വളമെല്ലാം കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വളം കൊടുക്കുന്നത് ഇതായിട്ടാണ്, വെള്ളത്തിൽ ചേർത്ത് ലയിപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടി മനോഹരമായില്ലേ നമ്മുടെ ചട്ടി, നമ്മുടെ കലാത്തിയ ട്രിയോസ്റ്റാർ സുന്ദരിയായില്ലേ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് മാർബിൾ കല്ലുകൾ, ഇത് ഞാൻ ഇവിടെ വീട്ടുപണിയെടുക്കുമ്പോൾ ഫ്ലോറിങ്ങിനൊക്കെ ഉള്ള കല്ലുകൾ മുറിച്ച് വെച്ചിരിക്കുകയാണ്, പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ, ഇത് തണുപ്പ് കിട്ടാൻ നല്ലതാണ് ചെടിക്ക്, നേരിയൊരു തണുപ്പോ പിന്നെ കാണാനും ഭംഗിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ മൊത്തത്തിൽ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ കലാത്തിയ ട്രിയോസ്റ്റാർ അതീവ സുന്ദരിയായില്ലേ. ഇതിന് 3 ഇലകളൊക്കെ ഉള്ളൂ, പക്ഷേ ഞാനിതിനെ സുന്ദരിയാക്കി മാറ്റിയെടുത്തോളും. അപ്പോൾ നോക്കിയേ, നമ്മുടെ സുന്ദരി ചെടികളുടെ കൂട്ടത്തിൽ നമ്മുടെ കലാത്തിയ ട്രിയോസ്റ്റാർ കൂടി സ്ഥാനം പിടിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. പിന്നീട് ഒരു 2 ദിവസം കഴിഞ്ഞ് വെയിലുള്ള സ്ഥാനത്തേക്ക് ഞാനിതിനെ മാറ്റുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.